ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആ പടത്തിന് ഒരു പോരായ്മയും വരാൻ വഴിയില്ല. എങ്ങനെ അളിനതൊന്നുകൂടി പറഞ്ഞേ. ഏത് ഇപ്പൊ പറഞ്ഞില്ലേ? ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആ പടത്തിന് ഒരു പോരായ്മയും വരാൻ വഴിയില്ല. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഞാൻ മോനോട് 2 ദിവസം ഉപയോഗിച്ച്, മോനെ ഗോവർദ്ധൻ എന്തൊക്കെയാ മോനെ, ആരാ പുള്ളികളെന്നറിയാം, എന്തൊക്കെയാ നീ വല്ലതും കണ്ടുപിടിക്കുന്നുണ്ടോ ഇപ്രാവശ്യം ഇതാരാ, ഒന്നും ചോദിക്കരുത്, എല്ലാ സസ്പെൻസ്. അത് പറഞ്ഞപ്പോൾ ഞാൻ അതിനുശേഷം 2 മക്കളോടും ഒന്നും ചോദിക്കാറില്ല. അതൊക്കെ ഒരു സസ്പെൻസായി നിൽക്കട്ടെ, എന്നാലല്ലേ കാണുമ്പോൾ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ഭയങ്കര സസ്പെൻസാണ്. ഞാൻ പറഞ്ഞു ദൈവമേ ഇതെന്ത് ചെയ്യും മക്കൾ പോലും. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയാൻ വേണ്ട, അത് അമ്മ പാവമാണ്, അമ്മൂമ്മയുടെ സ്വഭാവമാണ്, എവിടെങ്കിലും വെച്ച് അമ്മ വിളിച്ചു പോവെന്ന്. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. എടോ പോലീസേ, ഞാൻ കാര്യം അവളോട് തുറന്നു പറയട്ടെ. എടോ ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കട്ടെ. പറയും. മലയാള സിനിമാ ചരിത്രത്തിൻ്റെ സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ട 2 വ്യക്തികളാണ് മമ്മൂട്ടി, മോഹൻലാൽ. അപ്പോൾ അവരെ 2 പേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും ഒക്കെയാണ്. ഓഹോ, 2 വ്യക്തികളാണ് മമ്മൂട്ടി, മോഹൻലാൽ. അപ്പോൾ അവരെ 2 പേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് മമ്മൂട്ടി, മോഹൻലാൽ. അപ്പോൾ അവരെ 2 പേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് കളഞ്ഞു, എല്ലാം കൊണ്ട് കളഞ്ഞു. അമ്മ ഇതെന്ത് വർത്താനോ പറഞ്ഞത്? കുഴപ്പമായി എന്നാ തോന്നുന്നത്. ത്തിൻ്റെ സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ട 2 വ്യക്തികളാണ് മമ്മൂട്ടി, മോഹൻലാൽ. അപ്പോൾ അവരെ 2 പേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് മതി, ഇത് ധാരാളം മതി. നിനക്കിത് എന്തിന്റെ പ്രാണാണ്? അവൻ വെറുതെ എന്നെ മൂപ്പിക്കാൻ വേണ്ടിട്ട് അത് കേട്ട് വാ വിളിക്കാൻ നീ. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. എന്തെങ്കിലും ആട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്.